ഹായ് ഓൾ, എല്ലാ ദിവസവും ചെയ്തു വരുന്ന നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ലാസ്റ്റ് ഡേ നമുക്ക് കുറച്ചും കൂടി ഒരു ഒരു ഹോപ്പാണ് കിട്ടിയേക്കുന്നത്. ബാങ്ക് നിഫ്റ്റി നല്ലൊരു ഫോളിന് ശേഷം നമുക്കൊന്ന് ഒരു പോസിറ്റീവ് ഇതിലേക്ക് ബാങ്ക് നിഫ്റ്റി വന്നിട്ടുണ്ട്. ഒരു 45,500 മേളിൽ ബാങ്ക് നിഫ്റ്റി വന്നിട്ടുണ്ട്. നിഫ്റ്റി അത് ഹോൾഡ് ചെയ്യുന്നുണ്ട്. മീൻസ് 21,500 ആണ് നമ്മൾ എന്താക്കുന്നത്. നമുക്ക് ബിയറിഷ്നെസ് അല്ലെങ്കിൽ നിഫ്റ്റി ബിയറിഷ് ആവാനുള്ള ചാൻസ് 21,500 ബ്രേക്ക് ചെയ്തിട്ട് ഡെയിലി ക്യാൻഡിൽ നമുക്കൊരു ക്ലോസ് കിട്ടുക. അത് മാത്രമാണ് നമുക്ക് നിഫ്റ്റി ബിയറിഷ് ആയി എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. സോ അതുവരെ നമുക്ക് മാർക്കറ്റ് ബുള്ളിഷ് കണ്ടീഷനാണ് വിത്ത് നല്ല രീതിയിലുള്ള വോളറ്റൈൽ ആണെന്ന് മാത്രം. സോ അപ്പോൾ നമുക്ക് സമയം കളയാണ്ട് ഇൻട്രാഡേ അനാലിസിസ് പ്ലസ് നമുക്ക് മൺഡേയിലേക്കുള്ള ലെവൽസ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാം. ഓക്കെ, സോ അപ്പോൾ ലാസ്റ്റ് ഫ്രൈഡേ നമ്മൾ മാർക്കറ്റ് ഓപ്പൺ ആയത് ഏകദേശം ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് തന്നെയായിരുന്നു. വീണ്ടും നമുക്ക് നല്ലൊരു ഫ്ലാറ്റ് ഓപ്പണിംഗ് തന്നെയായിരുന്നു മാർക്കറ്റ് ഉണ്ടായ. ആൻഡ് അവിടെ നിന്ന് ചെറുതായിട്ടൊന്ന് ഫോളോ ആവാനൊക്കെ ശ്രമിച്ചു. ബട്ട് പിന്നെ മാർക്കറ്റ് നിഫ്റ്റി ഒരു കംപ്ലീറ്റ്ലി ഒരു ഡേ ഹൈൻ്റെ ഡേ ലോഡൊക്കെ എടുത്തിട്ട് തന്നെയാണ് ഏകദേശം ഒരു ഫ്ലാറ്റ് മൂവ് ആയിരുന്നു നിഫ്റ്റി ഉണ്ടായ. എന്നാലും 0.30% അപ്പായിട്ട് ഡേ ഹൈയിലും 0.30% അപ്പായിട്ട് നിഫ്റ്റി അവസാനിച്ചു. സോ നിഫ്റ്റി ഓൾറെഡി നിഫ്റ്റി അധികം കറക്റ്റ് ചെയ്തിട്ടുണ്ടായില്ല. മാക്സിമം കറക്റ്റ് ചെയ്ത് നിന്നത് ബാങ്ക് നിഫ്റ്റി ആയിരുന്നു. ബാങ്ക് നിഫ്റ്റി ആണ് ശരിക്കും നല്ല രീതിയിലുള്ള ബുള്ളിഷ് ആയത്. ഒന്ന് നമ്മൾ പറഞ്ഞ 45,000 ആ ലെവൽ ഓഫ് സപ്പോർട്ട് എടുത്തു. അവിടെ നിന്ന് നമ്മൾ സപ്ലൈ സോണിന്റെ ഇമ്പോർട്ടൻസ് ഒക്കെ ശരിക്കും മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. സപ്ലൈ സോണിൽ നിന്ന് റെസിസ്റ്റൻസ് വന്നു. വൺസ് സപ്ലൈ സോൺ ഇവിടെ ബ്രേക്ക് ഔട്ട് വന്നു. ക്ലിയർ ബ്രേക്ക് ഔട്ട് അപ്പോഴും ഉണ്ടായിട്ടില്ല. ആൻഡ് അവിടെ കംപ്ലീറ്റ്ലി ഒരു കൺസോൾട്ടേഷൻ ഉണ്ടായി. ആൻഡ് ഈ ഹൈ ബ്രേക്ക് ചെയ്തു. ദെൻ അവിടെ നിന്ന് ഒരു സപ്പോർട്ട് എടുത്തു. പിന്നെ ബാങ്ക് നിഫ്റ്റി കയറിപ്പോയി. സോ അപ്പോൾ അതാണ് ഇൻട്രാഡേ ലെവലിൽ നമുക്ക് ഒരു പ്രൈസ് ആക്ഷൻ വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ ആ മൂവ്മെന്റിനെ നമ്മൾ പറഞ്ഞത്. സോ അപ്പോൾ അതാണ് നമുക്ക് ഇൻട്രാഡേ ലെവൽസിൽ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കുമ്പോൾ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിസിൽ നമുക്ക് പറയാനുള്ളത്. ദെൻ നമ്മൾ ഇനി OA അനാലിസിസ് നോക്കുകയാണെങ്കിൽ ഓപ്പൺ ഇൻട്രസ്റ്റിൽ ഫസ്റ്റ് നമുക്ക് നിഫ്റ്റിയുടെ OA നോക്കാം. ഓക്കെ, നിഫ്റ്റി ഹിസ്റ്റോറിക്കൽ OA നോക്കുമ്പോൾ നിഫ്റ്റി സ്റ്റിൽ 22,000 നമുക്ക് 22,000 റെസിസ്റ്റൻസ് ആയിട്ടും 21,500 സപ്പോർട്ടായിട്ടും ആൻഡ് 21,800-ലും 21,700-ലും ഏകദേശം ഒരേപോലെ ഒരു സ്ട്രാഡിൽ ഫോർമേഷനും ഉണ്ട്. അപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയുടെ നോക്കിയാൽ 22,000 തന്നെയാണ് നമുക്ക് നമുക്ക് റെസിസ്റ്റൻസ് ആയിട്ട് നിൽക്കുന്നത്. ആൻഡ് 21,700-ഉം പ്ലസ് 21,800-ഉം ഒരു സ്ട്രാഡിലുണ്ട്. ഓക്കെ, 21,700 21,700-ഉം 21,800-ഉം നമുക്ക് ഒരു സ്ട്രാഡിലായിട്ട് ഫോം ചെയ്തേക്കാണ്. ആൻഡ് നമുക്ക് സപ്പോർട്ട് എന്ന് പറയുന്നത് 21,500 ഉണ്ട് ആൻഡ് 22,000 ആണ് റെസിസ്റ്റൻസ്. സോ അപ്പോൾ ഈ ഒരു ഓവറോൾ ഈ ഒരു ലെവലിലാണ് നിഫ്റ്റി പോയേക്കുന്നത്. ഒരു ഫ്ലാറ്റ് മൂവ്മെന്റ് തന്നെയാണ് നിഫ്റ്റിക്ക് കാണാൻ കഴിയുക. ദെൻ ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ OA ചെക്ക് ചെയ്യാം. ബാങ്ക് നിഫ്റ്റി OA ചെക്ക് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ഒരു ബുള്ളിഷ് സെന്റിമെന്റ് എന്ന് വേണമെങ്കിൽ പറയാം. ബിക്കോസ് 45,500-ൽ ഒരു പുട്ട് കയറി വരുന്നുണ്ട്. സ്ട്രാഡിൽ ഫോർമേഷൻ എവിടെയാണ് അങ്ങനെ ക്ലിയർ ആയിട്ട് കാണുന്നില്ല. എന്നാലും 45,500-ലാണ് ഇപ്പോൾ സ്ട്രാഡിൽ വിത്ത് സപ്പോർട്ട് പുട്ടാണ് അധികം നിൽക്കുന്നത്. ആൻഡ് 45-ലും ആൻഡ് 46-ലും റെസിസ്റ്റൻസ് നിൽക്കുന്നത്. സോ അപ്പോൾ ബാങ്ക് നിഫ്റ്റി നോക്കുമ്പോൾ 45,500-ൽ സപ്പോർട്ടോട് കൂടിയുള്ള ഒരു സ്ട്രാഡിലാണ്. അപ്പോൾ നമ്മൾ മാക്സിമം നമ്മൾ അവിടെ സപ്പോർട്ട് ആയി വെക്കാം. സോ നമുക്ക് ലൈറ്റ് ആയിട്ട് തന്നെ കൊടുക്കാം. ദെൻ 46 ആണ് നമുക്ക് റെസിസ്റ്റൻസ് ആയിട്ട് നിൽക്കുന്നത്. 46 റെസിസ്റ്റൻസ് അവിടെ കുറച്ച് ഇവിടെ പുട്ടാണെങ്കിൽ ഇവിടെ പുട്ടാണെങ്കിൽ ഇവിടെ നമുക്ക് കോൾ ബിൽഡിംഗ് ഉണ്ട്. 45-ൽ ഈക്വൽ എമൗണ്ട് ആണ്. അപ്പോൾ ഏത് സൈഡിലേക്ക് വേണമെങ്കിലും പോയാൽ നമുക്ക് നല്ലൊരു ബ്രേക്ക്ഔട്ട് കിട്ടിയാൽ മേ ബി അതൊരു നല്ലൊരു ബ്രേക്ക്ഔട്ട് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഇൻട്രാഡേ ലെവൽസും കൂടി ശ്രദ്ധിക്കുക. അപ്പോൾ ഓൾ മാർക്കറ്റ് നോക്കുക. 45,500-ലെ ഒരു സ്ട്രാഡിൽ ബാങ്ക് നിഫ്റ്റിക്കും 21,700 ആൻഡ് 21,800 രണ്ട് സ്ട്രാഡിൽ ഫോർമേഷൻ ആണ് നിഫ്റ്റിക്കും ഉള്ളത്. അപ്പോൾ അത് രണ്ടും ശ്രദ്ധിക്കുക. ഇനി നമുക്ക് FIDA ഡാറ്റ ഒന്ന് ചെക്ക് ചെയ്യാം.
FIDA ഡാറ്റയെ നമുക്ക് നല്ല രീതിയിലുള്ള പോസിറ്റീവ് ആണ് കാണുന്നത്. ആൻഡ് സമ്മറിയിൽ ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഇൻഡെക്സ് ഓപ്ഷൻസ് പ്രോ എല്ലാവരും പോസിറ്റീവായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. സോ ആൻഡ് ക്ലയന്റ് മാത്രമാണ് രണ്ട് സൈഡും ബിയറിഷ് ആയിട്ടുള്ളത്. ഇതിന് സമ്മറിയാണ്. നമുക്കിനി FI ഒന്ന് കുറച്ചും കൂടി ഒന്ന് ഇതായിട്ട് നോക്കാം. ബൈ ആൻഡ് സെല്ലിൽ ഡെയിലിയിൽ, അതായത് ലാസ്റ്റ് ഫ്രൈഡേ ഉണ്ടായേക്കുന്നതിൽ ഇവിടെ നമുക്ക് കോൾ മീൻസ് പുട്ട് അൺവൈൻഡിങ് ആണ് നടന്നേക്കുന്നത്. ഇത് നമ്മൾ ജസ്റ്റ് FISന്റെ സൈഡിൽ നിന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ബിക്കോസ് നമ്മൾ കോൾ OA വെച്ചിട്ടല്ല. ആൻഡ് ഇവിടെ പുട്ട് അൺവൈൻഡിങ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ മാർക്കറ്റ് കുറച്ച് ബുള്ളിഷ് ആയിട്ടുണ്ട്. ആൻഡ് കോൾ ബിൽഡ് ചെയ്തിട്ടുണ്ട്. കോൾ ബിൽഡ് ചെയ്ത് നമുക്ക് രണ്ട് രീതിയിൽ നമുക്ക് ബുള്ളിഷ്നെസ് ആണ്. ഇന്നലെ മീൻസ് തേഴ്സ്ഡേ ഉണ്ടായത് നമുക്ക് കോൾ അൺവൈൻഡിങ്ങും മീൻസ് കോള് താഴേക്ക് പോവുകയും പുട്ട് ബിൽഡ് ചെയ്യുകയും ചെയ്തു. അത് ബിയറിഷ്നെസ് ആയിരുന്നു. എനിവേ അതിന്റെ മുമ്പ് നോക്കുമ്പോൾ കുറച്ച് പുട്ട് ബിൽഡ് ചെയ്തിട്ടുണ്ട്, കോള് ബിൽഡ് ചെയ്തിട്ടുണ്ട്. ഓവറോൾ നമ്മൾ നോക്കുമ്പോൾ ഈക്വലി ഒരു ദിവസം കോളാണ് ബിൽഡ് ചെയ്തേക്കണെങ്കിൽ പിറ്റേ ദിവസം പുട്ട് വരുന്നു, പിറ്റേ ദിവസം മീൻസ് ഇങ്ങാട് ഡിഫറൻസ് മാറി വരുന്നുണ്ട്. എന്തായാലും ആ ഒരു റേഞ്ച് നമുക്ക് സ്ട്രാഡിൽ ഫോർമേഷനും 21,700 ആൻഡ് 21,800 റേഞ്ചാണ് നമ്മളെ സൂചിപ്പിക്കുന്നത്. ദെൻ ഇവിടെ നമുക്ക് കുറച്ചും കൂടി ഒരു FI ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിൽ ഒരു ബൈ സൈഡ് വന്നിട്ടുണ്ട്. അത് 8,900 ബുള്ളിഷ്നെസ് ആണുള്ളൂ. സോ നമുക്ക് ലാസ്റ്റ് ഒരു 3 days നോക്കിയാൽ ബുള്ളിഷ്നെസ് ആയിട്ട് തന്നെ കാണാം. ബിക്കോസ് -20 12 പിന്നെ നമുക്ക് പോസിറ്റീവ് ആയിട്ടുണ്ട്. സോ ഈ ഒരു നെഗറ്റീവ് നമുക്ക് കുറച്ച് കുറഞ്ഞിട്ടുണ്ട് എന്ന് രണ്ട് സൈഡിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ദെൻ ഇവിടെ നമ്മൾ നോക്കിയാൽ OA വെച്ച് നോക്കുമ്പോൾ OAയിലാണെങ്കിൽ കുറച്ച് കോൾ OA ബിൽഡ് ചെയ്തേക്കണായിട്ട് നമുക്ക് ഒരിക്കലും കാണാനും കഴിയുന്നില്ല. പുട്ട് അവിടെ നമുക്ക് ചെറു റെസിസ്റ്റൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. ദെൻ ഇവിടെയാണെങ്കിൽ നമ്മൾ ശരിക്കും കുറഞ്ഞു വന്നത് പിന്നെയും ചെറുതായിട്ടൊന്ന് കൂടി. ഇപ്പോൾ ആ കൂടിയത് ജസ്റ്റ് ഇപ്പോൾ ഒന്ന് കുറഞ്ഞു നിൽക്കുന്നുണ്ട്. ബിക്കോസ് ലാസ്റ്റ് ഡേ -92 വരെ വന്നത് ഇപ്പൊ നമുക്കൊന്ന് കുറഞ്ഞ് -83 ആയിട്ടുണ്ട്. അതും നമുക്ക് ഒരു പോസിറ്റീവ് സൈൻ ആയിട്ട് കാണാം. അപ്പൊ അതാണ് നമുക്ക് FIDA ഡാറ്റ എന്ന് പറയുന്നത്. FIDA ഡാറ്റ ലാസ്റ്റ് ഫ്രൈഡേ വെച്ച് നോക്കുമ്പോൾ നമുക്ക് കുറച്ചൊരു പോസിറ്റീവ് സൈൻ ആയിട്ട് കാണാം. ദെൻ ക്യാഷ് മാർക്കറ്റിൽ ജസ്റ്റ് 142 crore ബൈയും DISന്റെ 422 crore സെല്ലും ആണ്. അവിടെ നമുക്ക് ബിഗ് പ്ലേയേഴ്സ് ഒന്നും കാണാൻ കഴിയുന്നില്ല. സോ അപ്പൊ അങ്ങനെയാണ് നമുക്ക് ഓവറോൾ മാർക്കറ്റ് നോക്കുമ്പോൾ നമുക്ക് ഒരു സൈഡ് ബേസ് ടു പോസിറ്റീവ് ആണ് നമ്മൾ പറയുന്നത്. കുറച്ചും കൂടി പോസിറ്റീവ് ആയിട്ടാണ് മാർക്കറ്റ് നിൽക്കുന്നത്. സോ അപ്പൊ എല്ലാവരും നിങ്ങളുടെ ലെവൽസ് കാര്യങ്ങളൊക്കെ കൃത്യമായി ഫോളോ ചെയ്തുകൊണ്ട് തന്നെ വാച്ച് ചെയ്യാൻ നോക്കുക. ആൻഡ് നിങ്ങൾ മീൻസ് ഇത് കൂടുതൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് മെസ്സേജ് ചെയ്ത് ചോദിക്കാം. ആൻഡ് എല്ലാ ഡീറ്റെയിൽസും നമ്മൾ പറഞ്ഞു തരുന്നതാണ്. നമ്മുടെ ടെലിഗ്രാം ചാനലിൽ എല്ലാം ഷെയർ ചെയ്യുന്നതാണ്. നിങ്ങൾ ടെലിഗ്രാം ചാനലിലും കൂടി വാച്ച് ചെയ്യുക. ആൻഡ് നിങ്ങൾ ഇത് ലൈക്ക് ചെയ്യും ആൻഡ് ഷെയർ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ആൻഡ് അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ആരും മറക്കാണ്ടിരിക്കുക. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.